ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഏട്ടത്തി മനിയത്തി ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ഇന്നലെ വന്നിട്ടുണ്ട്. പിന്നെ എന്താന്ന് ചോദിച്ചാൽ ഇന്ന് എൻ്റെ മോള് പോവാണ് കേട്ടോ. മോളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം പിന്നെ അങ്ങനെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവാണ്. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് പഠിച്ചു കണ്ട ഒരു ജോലി വേണം എന്നുള്ള കാര്യത്തിലൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് അന്നത്തെ സാഹചര്യവും കാര്യങ്ങളൊന്നും പറ്റിയില്ല. പിന്നെ അന്ന് അങ്ങനത്തെ ഒരു ചിന്തയില്ലല്ലോ, മക്കളെ പഠിപ്പിച്ച് ജോലിയാക്കണം അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ല. എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് വിടുക, അങ്ങനെയൊക്കെ ഓരോ ചിന്തകളാണല്ലോ. പക്ഷെ ഇന്നത്തെ തലമുറന്റെ ചിന്തകളൊക്കെ മാറി. അതുപോലെ തന്നെ എന്റെയും ചിന്ത മാറി. എന്നെ കല്യാണം കഴിച്ച പോലെ എന്റെ മകളെയും അങ്ങനെ നേരത്തെ കല്യാണം കഴിക്കൊന്നും വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് അവളെ പഠിപ്പിച്ചൊരു ജോലിയാക്കി സ്വന്തം കാലിൽ നിർത്തണം. സ്വന്തം കാര്യത്തിന് പിന്നെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒരു മനസ്സും ആരോഗ്യം അതെല്ലാം ഉണ്ടാവണം എന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെ അങ്ങനെ ഓളാഗ്രഹത്തിന് പിന്നെ ഓൾക്ക് BSc നഴ്സിംഗ് ആണ് ആവേണ്ടത്, പിന്നെ പഠിക്കേണ്ടതെന്നുള്ള പറഞ്ഞു. അപ്പോൾ ഓള് 10ാം ക്ലാസ്സിന് ഞങ്ങൾ ആഗ്രഹം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിന് ഞങ്ങൾ അവളെ ആക്കുകയാണ് കേട്ടോ. അപ്പൊ ദാ ഓളി പോയപ്പോ പിന്നെ രാവിലെ തന്നെ പറഞ്ഞു, ഇന്നലെയൊക്കെ പറഞ്ഞു ഞാൻ പോകുമ്പോ കാര്യമൊന്നുമില്ലാന്ന് കേട്ടോ. പക്ഷെ എന്തായി പിന്നെ എല്ലാവരോടും യാത്ര പറയുന്നതിന്റെ അടിയിൽ ഓള് നല്ലോണം ഒന്ന് കരഞ്ഞിട്ടോ. ഓള് മാത്രമൊന്നുമല്ല, ഞങ്ങൾക്കൊക്കെ നല്ല സങ്കടമായി ഓള് ഇങ്ങനെ കരഞ്ഞത്. കാരണം വീട്ടിൽ കുറച്ചൊരു പൊട്ടിത്തെറി ഓക്കാണുള്ളത്. എല്ലാവരായിട്ടും നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ജഗബാക്കാൻ ഓള് നല്ല ഉഷാറാണ് കേട്ടോ. കച്ചറക്കൊക്കെ മുന്നിക്കാണ്. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് തന്നെ ഓള് പോകുമ്പോ എല്ലാവർക്കും ഒരു സങ്കടമാണ്. കാരണം ഓള് ഉണ്ടാവുമ്പോൾ വീട്ടിലൊരു അച്ചിമളിയാണ്. പിന്നെ ഓളില്ലെങ്കിൽ ഒരു മഴ പെയ്ത് ചോർന്ന പോലെയാണ് കേട്ടോ. ഇനിയിപ്പോ ഏട്ടത്തി അഞ്ചത്തൊക്കെ വന്നാലും ഓളുണ്ടാകുമ്പോൾ അതൊരു വേറൊരു തന്നെയാണ്. അപ്പൊ അങ്ങനെ ഓള് യാത്ര പിന്നെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ നിൽക്കണം കേട്ടോ. പപ്പാനെയും ഇമ്മമാനൊക്കെ കെട്ടിപ്പിടിച്ച് നല്ല സങ്കടം നോക്ക്, നല്ലോണം കാര്യമുണ്ട്. കാരണം ഇനിയിപ്പോ വേറൊരു സ്ഥലത്ത് എപ്പോഴേലൊക്കെ വരിക പോവുക അങ്ങനെ മാത്രമല്ല, ഹോസ്റ്റലിലെല്ലാം നിൽക്കുക. അവിടുത്തെ ജീവിതം എങ്ങനെ, അവിടുത്തെ ആ ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടൊക്കെ ടെൻഷൻ ഉണ്ടോക്ക്. എന്നാലും അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു കേട്ടോ. പുറപ്പെട്ടും കണ്ട് ഞങ്ങളുടെ വൈക്കടവ് ചുരത്തിന്റെ അവിടെ നിർത്തി. അപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾ മൈസൂർക്ക് പോകുന്നില്ല. ഇന്നത്തെ ദിവസം ഞങ്ങളെ ഗൂഡല്ലൂരത്തെ വീട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. എന്നിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് നേരത്തെ പോകാന്ന് വിചാരിച്ചിട്ട് ഒരു വൈകുന്നേരം സമയത്താണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ വൈക്കടവ് വന്നിട്ട് മക്കളൊക്കെ പോയി. ഏട്ടത്തിന്റെ 2 മക്കളും ഉണ്ട്. പിന്നെ എന്റെ മക്കളും ഹസ്ബൻഡൊക്കെ പോയി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ അവിടെ അങ്ങനെ ആ താഴ്ചയിലേക്ക് നോക്കാൻ നല്ല രസമായിട്ട് ഈ ഒരു സമയത്ത്. ഞാൻ പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല, കാരണം എനിക്ക് ഇറങ്ങാൻ കഴിയില്ല. എന്റെ മോള് വന്ന് വിളിച്ചു വെച്ച് വരി നമുക്ക് ഫോട്ടോ എടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് പിന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ ഫ്രണ്ടിലും ഒക്കെ വെച്ചിട്ടുണ്ട്. ഡിക്കിയിൽ കൊള്ളാത്തതൊക്കെ മുന്നിലും വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിലായിരിക്കില്ല, അപ്പൊ എന്റെ കാലിന്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് പുറപ്പെട്ടു. പിന്നെ ഗൂഡല്ലൂർ വീട്ടിൽ വന്നുകൊണ്ട് ഞങ്ങൾ കടന്നുറങ്ങി. പിന്നെ രാവിലെ നേരത്തെ 4 മണിക്ക് എണീറ്റിട്ട് ഞങ്ങളിന്ന് പിന്നെ അതായത് രാവിലെ പോകണമെന്ന് പറഞ്ഞ കൊണ്ടാക്കാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഭക്ഷണം ഇവിടുന്ന് റെഡി ആക്കിയിട്ട് കൊണ്ടുപോകണം കേട്ടോ. ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ്. അങ്ങനെ ഞാൻ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയൊക്കെ റെഡി ആക്കിട്ടോ. ഇതാണ് ഞങ്ങൾക്ക് അന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം. രാവിലെ ഞങ്ങൾ പോകുമ്പോൾ പിന്നെ അവിടുന്ന് ഒരു ഹോട്ടലിൽ തന്നെ കഴിച്ചു കേട്ടോ. അപ്പൊ അവിടുന്ന് പിന്നെ കഴിച്ചപ്പോൾ നല്ല ഭക്ഷണം കിട്ടിയത് കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തപ്പം പിന്നെ മോളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾ മുഖം പൊത്തിയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഓനിതിൽ പെട്ടിക്കണം കേട്ടോ. ഓന്റെ മോൾക്ക് ശരിക്കും ഇതിന്റെ മുമ്പ് തന്നെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ചട്നിയും പിന്നെ ചമ്മന്തി കേട്ടോ. എന്തായാലും പിന്നെ 3 നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് എല്ലാത്തിലും ആ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാമ്പാർ പിന്നെ പൊതുവെ നമ്മളെപ്പോഴൊക്കെ കഴിക്കണോണ്ട് അങ്ങനെ എഴുതില്ല. പക്ഷെ ഇവരെ ചട്നിക്ക് ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഈ തമിഴ്നാട് സ്റ്റൈലിലുള്ള ചട്നി. പിന്നെ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴാ പിന്നെ ഇവിടെ നല്ല ഈ ഇതുണ്ടല്ലോ മരത്തിന്റെ ഓരോ ഇതിവിടെ പിന്നെ വുഡ് കൊണ്ട് ഉണ്ടാക്കിയ ഓരോ സാധനങ്ങൾ അങ്ങനെ ഓരോന്നും ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഇതുണ്ട്, നല്ല കൗതുകമുള്ള സാധനങ്ങളാണ് ഇവിടെ ഈ ഒരു ചില്ലിൻകൂട്ടിലുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ കുറെ അതൊക്കെ അങ്ങനെ നോക്കി നിന്നിട്ട് ഒരു മുതലിന്റെ ഇത് കണ്ടോ. അങ്ങനെ ഓരോ രൂപങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ കാണാൻ നല്ല ഭംഗി. അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നപ്പോൾ ആ മക്കൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടോ. ഓൾക്ക് പിന്നെ ഇതിൽ ചെന്നാലും പിന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കുക, റീൽസ് എടുക്കുക, അതൊക്കെ തന്നെ ഒരു പതിവാണ്. അങ്ങനെ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വണ്ടി കയറി പിന്നെ ഞങ്ങൾ പുറപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്ന ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് കംപ്ലീറ്റ് കാടാണ് കേട്ടോ. ഇത് മുതുമലൈ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ മുതുമലൈ ടൈഗർ റിസർവ് എന്നൊക്കെ. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം പിന്നെ ഫുള്ളായിട്ട് കാടാണ്. ഒരുപാട് ദൂരം കാട് തന്നെയാണ് കേട്ടോ, മണിക്കൂറോളം. അപ്പൊ അങ്ങനെ ഇവിടെ ഞങ്ങൾ പുറപ്പെട്ടപ്പോൾ ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിലും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ചെറുതായിട്ടുള്ള ഷോർട്സ് വീഡിയോസിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിൽ അവിടെ പിന്നെ കോളേജിലൊക്കെ എത്തി. കോളേജിലത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ കോളേജിലത്തെ ആ ഒരു പിന്നെ ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എത്തിയത് ഒരു 5:30 6 മണിക്കാണ്. 6 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവിടെ അടുത്ത് തന്നെയാണ്. ഹോസ്റ്റലിലൊക്കെ പോയി റൂമൊക്കെ കണ്ടു. നല്ല റൂമും കാര്യങ്ങളൊക്കെ, നല്ല സൗകര്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ഒക്കെ കണ്ടു ഞങ്ങൾ അവളെ അവിടെ ആക്കിയാണ്ട് പോകുന്നുട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ സമയമില്ല, കാരണം ബോർഡർ അടക്കുമല്ലോ. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തണം. 9 മണി കഴിഞ്ഞാൽ പിന്നെ ബോർഡർ അടക്കും. അതിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് പറപ്പിച്ച് വിടുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ എല്ലാം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ, ബാത്റൂമും കാര്യങ്ങളൊക്കെ സൗകര്യം ഉണ്ട്. പിന്നെ വേറെ വീഡിയോയും കാര്യങ്ങളൊന്നും പിന്നെ എടുക്കാൻ പറ്റില്ല. പിന്നെ കോളേജിൽ ചെന്നപ്പോൾ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റില്ല, പറ്റുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയാണ്. ഇനി തുടർന്നുള്ള വീഡിയോസ് ഞാൻ വീണ്ടും ഇടാം കേട്ടോ. താങ്ക് യു.